ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥരെ തീരുമാനിച്ച വിജിലൻസ് ഡയറക്ടറാണ് ഉത്തരവ് പുറത്തിറക്കുന്നത്. അജിത് കുമാറിനെതിരെ ഇന്നലെയാണ് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. അനന്തകൃഷ്ണനായിരിക്കും വിവരങ്ങൾ നൽകുന്നത്. അനന്തൻ, കഴിഞ്ഞ ദിവസം രാവിലെ നമ്മൾ പറഞ്ഞതാണ് ഈ വിജിലൻസ് അന്വേഷണത്തിലെ ഒരു മെല്ലിപ്പോക്ക്. വൈകുന്നേരത്തോടു കൂടി ഇതാ ഉത്തരവ് വന്നിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം ഉണ്ടാകും. അജിത് കുമാറിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ തീരുമാനം അന്വേഷണ സംഘത്തിൽ ആരൊക്കെ ഉണ്ടാകും എന്നതുൾപ്പെടെയുള്ള തീരുമാനം എപ്പോഴുണ്ടാകും? പൂജ, ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഏതാണ്ട് ആഴ്ചകൾ പിന്നിടുന്നു. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യം ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്നിട്ട് ദിവസങ്ങളായി, ആഴ്ചകളായി. അതിൽ ഒരു തീരുമാനവും MR അജിത് കുമാറിനെതിരെ ഉണ്ടായില്ല, ഒരു നടപടിയും ഉണ്ടായില്ല. ഒരു DGP തല അന്വേഷണം മാത്രമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അതിനപ്പുറം മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണം ശക്തമായി അത് ഇടതുമുന്നണിയിൽ തന്നെ അതൊരു അതൃപ്തിയായി രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചത്. ഇന്നലെ രാത്രിയോടെയാണ് ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തത്. ആ ഉത്തരവിൻ്റെ പകർപ്പ് ഇന്ന് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയ്ക്ക് കൈമാറും. ADGPക്കെതിരായ അന്വേഷണ സംഘത്തെ വിജിലൻസ് ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത്. ഏതൊക്കെ യൂണിറ്റിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിൽ ഉൾപ്പെടുക എന്നത് സംബന്ധിച്ച് ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകും. ഏതായാലും സർക്കാർ ഉത്തരവനുസരിച്ച് 5 കാര്യങ്ങൾ PV അൻവർ MLA ഉന്നയിച്ച 5 ആരോപണങ്ങളാണ് അന്വേഷണ പരിധിയിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറം SP യുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ച സംഭവം. അതിനൊപ്പം തന്നെ മലപ്പുറം കേന്ദ്രീകരിച്ച് ADGP MR അജിത് കുമാറും സുജിത് ദാസും സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കുകയും അതിൽ കൃത്രിമം വരുത്തുകയും ചെയ്തു എന്നുള്ള ആരോപണം. മറ്റൊന്ന് കവടിയാറിൽ ഭൂമി ഇടപാട് നടത്തുകയും കൊട്ടാര സദൃശമായ വീട് നിർമ്മിച്ചു എന്നുള്ള ആരോപണം. മറ്റൊന്ന് ADGP MR അജിത് കുമാറും സുജിത് ദാസ് SP-യും SP-യുടെ ഡാൻസ് ഓഫ് സംഘവും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ഒരു ആരോപണം. അതിനൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ ഉടമയിൽ നിന്ന് കേസ് ഒതുക്കാൻ വേണ്ടി MR അജിത് കുമാർ കോഴ വാങ്ങി എന്നുള്ള ആരോപണം. ഈ 5 ആരോപണങ്ങളും ഉന്നയിച്ചത് PV അൻവർ MLA ആണ്. ആ പരാതിയുടെ ഒപ്പം തന്നെ DGP നടത്തിയ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ള ഒരു ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. ആ ശുപാർശയും PV അൻവർ MLAയുടെ പരാതിയും അടിസ്ഥാനമാക്കി വിജിലൻസ് അന്വേഷണം നടത്തണം എന്നാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിജിലൻസ് അന്വേഷണത്തിൻ്റെ ടീമിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. അത് കഴിഞ്ഞാൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴും ഒരു ചോദ്യം ഉയരുന്നത്, ഒരു വിജിലൻസ് അന്വേഷണം നേരിടുന്ന പ്രധാനപ്പെട്ട IPS ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്ത് ക്രമസമാധാന ചുമതലയിൽ തുടരുമോ, അങ്ങനെ തുടരാൻ അനുവദിക്കുമോ സർക്കാർ എന്നുള്ളതാണ്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങൾ ഉണ്ടാകും. ഇടതുമുന്നണിയിൽ നിലവിൽ തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ള CPI അടക്കമുള്ള കക്ഷികൾ ആ നിലപാടിനെതിരെ രംഗത്ത് വന്നേക്കാം. അപ്പോൾ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്നുള്ള ചോദ്യം വീണ്ടും പ്രസക്തമാവുകയാണ്. അതിനാണ് ഇനി സർക്കാർ ഉത്തരം പറയേണ്ടത്. തീർച്ചയായിട്ടും അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.